നമസ്കാരം. ആ മെസ്സി, ഇവർ ജോലി ചെയ്ത് കുറെ കാശുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര രൂപയുണ്ട് മാഷെ? 250. ആടിന്റെ വിലയായിട്ട് മേഴ്സി ഇതങ്ങ് വാങ്ങിച്ചോളൂ. ഇതാ. സാർ, ഇവരൊക്കെ എന്റെ സഹോദരന്മാരെ പോലെയാണ്. ഇവർക്കൊരു അബദ്ധം പറ്റി, അത് ഞാൻ സഹിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പറ്റില്ല കുഞ്ഞെ. ഞങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും അത് വാങ്ങണം. എനിക്കൊരു സന്തോഷക്കുറവുമില്ല, പക്ഷെ എനിക്ക് ഈ കാശ് വേണ്ട. ഞാൻ പോകുന്നു സാർ. മെസ്സി, എന്റെ പൊന്ന് സാറേ, എങ്ങനെയെങ്കിലും ഈ പണം മേഴ്സിക്ക് കൊടുക്കണം. അവൾ വാങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? സാറേ, ജെയിംസ് പാല് വാങ്ങാൻ പോകുമ്പോ ഞാൻ ഇതൊന്നുകൂടി കൊടുത്തയച്ച് നോക്കാം. ഇല്ല, ഈ പണം ഞാൻ വാങ്ങില്ല. വാങ്ങിയേ പറ്റൂ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എടി വണ്ടി, ഈ പണം നിന്റേതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാമോ? എന്താ? ചേട്ടൻ അടുത്ത മാസം ശിക്ഷ കഴിഞ്ഞ് പോവുകയല്ലേ? അതെ. ഈ പണം കൊടുത്ത് ഒരു നല്ല ഷർട്ടും മുണ്ടും വാങ്ങണം. അത് കൊടുത്തോണ്ട് വേണം വീട്ടിൽ പോകാൻ. മേഴ്സി, എനിക്ക് ജയിലിൽ നിന്ന് പോകാൻ ഇഷ്ടമില്ല. അതെന്താ? എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ആരുമില്ല. ഞാനൊരു കൊലപാതകയല്ലേ? ഇഷ്ടപ്പെടാൻ ആളുണ്ടെങ്കിൽ? എനിക്ക് ആശയുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പരോളിന് നാട്ടിൽ ചെന്നപ്പോ ഞാൻ കരുതിയതൊക്കെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ആളുകൾക്ക് എന്നെ കണ്ടാൽ ഭയമാണ്. ഒരുപക്ഷെ ചേട്ടൻ അങ്ങനെ തോന്നിയതാവും. അല്ല മേഴ്സി, എന്റെ അടുത്ത കൂട്ടുകാർ പോലും എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. ഞാൻ അങ്ങോട്ട് തിരക്കിപ്പോയതല്ലാതെ എന്നെ തിരക്കി ആരും വന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ? എന്താ? ചേട്ടനെ എനിക്കിഷ്ടമാണെങ്കിൽ? മേഴ്സി, ചാച്ചപ്പ, എല്ലാം ശരിയല്ലേ? അല്ല, അളവും തൂക്കവും എല്ലാം തെറ്റാണ്. എന്താണ് ചാച്ചപ്പ നീ പറയുന്നത്? ഇന്ന് ഞാൻ പറയുന്നത് സത്യം. ചാച്ചപ്പ, ചതിക്കരുത്. എന്നാ ഇത് വെച്ചു, 200 റുപ്യുണ്ട്. തന്റെ ഉലുവ എനിക്ക് വേണ്ട. പെണ്ണുങ്ങാതെ മേടിക്കും ചാച്ചപ്പ. ഓരെങ്കിൽ 100 റുപ്യ കൂടെ തരാം. എടോ, താൻ ഇവർക്ക് കൈക്കൂലി കൊടുക്കല്ലേ? കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾക്ക് ബില്ലിൽ കാണിച്ച തൂക്കമുണ്ടോ? അത് സത്യം പറയണം. ഇപ്രാവശ്യം ഒരു അബദ്ധം പറ്റി പൈസ. ഇപ്രാവശ്യമല്ല, വളരെ കാലമായിട്ട് താൻ ഇത് വെച്ച് നടത്തുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഇന്നത്തോടു കൂടി തന്റെ കോൺട്രാക്ട് അവസാനിച്ചിരിക്കുന്നു. നിന്നെ കണ്ടോളാം. ഇവിടെ വരാ. എടാ, ഇവിടെ വരാൻ. എന്നാ നീ ഒന്ന് കാണിച്ചോട്. ഇവനെ നീ അതിർത്തിക്ക് പുറത്തു വിട്ടു തരാം, അല്ലെങ്കിൽ ഞാൻ പുറത്തു വരാം. നീ എന്തോ ചെയ്യും? ബ്ലഡി ഫൂൾസ്. മേലാലി കോമ്പൗണ്ടിൽ കണ്ടുപോയി. മുതലാളി വാ, നമുക്ക് വഴി ഉണ്ടാക്കാം. സൂപ്രണ്ട് അത്ര വലിയ ആളായാലേ അയാളെ വെറുതെ വിടാൻ പറ്റില്ല. അയാളുടെ പുറകെ പോലീസും പട്ടാളൊക്കെ ഉണ്ട്. അയാൾ എന്തോ ചെയ്യും? പിടിച്ചങ്ങ് വിഴുങ്ങിക്കളയോ? നീർക്കോലി അടിച്ചാലും അത്താഴം മുടക്കാം. എടാ വാസു, കുഞ്ഞുകുട്ടി പറയുന്നതിൽ കാര്യമുണ്ട്. ഈ സൂപ്പറിനെ ഇവിടുന്ന് മാറ്റാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. നേരാ. ഇനി ചാരായം കൊണ്ടുപോകുന്നത് സൂക്ഷിച്ചു വേണം. അയാൾ എന്താ ചെയ്യും? പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കും. ഉടനെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. മുതലാളി, നല്ല അറബി തൊഴിൽ അറിയാവുന്നവരെ കൊണ്ട് ഒരു കൂടോത്രം ചെയ്യിച്ചാലോ? സൂപ്രണ്ട് അദ്ദേഹം അതിസാരം പിടിപെട്ട് വഴി കിടന്ന് ചാകും. ഞാൻ മാതർന്ന അളിയെ കുറച്ചില്ല. സപ്ലൈക്ക് പുതിയ കോൺട്രാക്ട് കൊടുക്കൂ. ഏയ്, ഇനി അവന്മാര് നേരിട്ട് പോയി മേടിക്കത്തേ ഉള്ളൂ. മുതലാളി, ആ സൂപ്രണ്ടിനെ വടകുന്ന കൂട്ടത്തിൽ ചാച്ചപ്പനെ 4 പൊട്ടിച്ചു വിടണം. അവനും കാല് മാറി കളഞ്ഞല്ലോ. ഏതായാലും നമ്മൾ വെറും പുളുന്താന്മാരല്ലെന്ന് അവന്മാരൊന്ന് കാണിച്ചു കൊടുക്കണം.
ശബരിമല സീസൺ തുടങ്ങി. സൂപ്രണ്ട് അനുവദിച്ചിരുന്നെങ്കിൽ നമുക്ക് മലയ്ക്ക് പോകാമായിരുന്നു. അനുവദിക്കുമോ? ആ, ചോദിച്ചു നോക്കാം. സാർ, എന്താണ്? ഞങ്ങൾക്കൊന്ന് ശബരിമലക്ക് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതിന് നിയമം അനുവദിക്കുന്നില്ലല്ലോ. കുറച്ചുപേരെ പള്ളിയിൽ വിട്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു. പള്ളി എനിക്ക് കാണാവുന്ന ദൂരത്തിലാ. ശബരിമലയ്ക്ക് പോവുക എന്ന് പറഞ്ഞാൽ 2-3 ദിവസത്തെ യാത്രയില്ലേ? അത് ശരിയാ. അവരെ പള്ളിയിൽ അയച്ച് നിങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടെങ്കിൽ ഇനി ഞാൻ വിടില്ല. അയ്യോ, അത് വേണ്ട സാർ. ശബരിമലയ്ക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാണ്. എന്ത് ചെയ്യാം, ഞാൻ നിസ്സഹായനാണ്. തങ്കപ്പ, എനിക്കൊരാശയം തോന്നുന്നു. എന്താ ശബരിമലയ്ക്ക് പോവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അയക്കാൻ നിയമം അനുവദിക്കുന്നില്ലെന്നാണ് സാറ് പറഞ്ഞത്. ആ നിലയ്ക്ക് നമുക്കൊരു ശബരിമല ഇവിടെ ഉണ്ടാക്കിയാലോ? മനസ്സിലായില്ല മാഷെ. നമ്മൾ പാറ പൊട്ടിക്കുന്നതിന്റെ അടുത്ത വെട്ടി ഒരുക്കുക, 18 പടി, അതിനു മുകളിൽ കരിങ്കല്ല് കൊണ്ടൊരു കൊച്ചമ്പലം. നമ്മൾ വിളിച്ചാൽ അയ്യപ്പസ്വാമി അവിടെ വരില്ലേ? വരും മാഷെ, വരും. എന്നാ വാ, സാറിനോട് ചോദിക്കാം. തീർച്ചയായും അദ്ദേഹം അനുവദിക്കാതിരിക്കില്ല. വാ. മാസ്റ്ററെ, ഒരു അന്യമതസ്ഥനായ നിങ്ങൾക്ക് ഇങ്ങനൊരു ആശയം തോന്നിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നാളെ തന്നെ ഒരു ക്ഷേത്രത്തിന്റെ പണി തുടങ്ങിക്കോട്ടെ. ഒരു ആരാധനാ സ്ഥലമല്ലേ? ഞങ്ങൾ എല്ലാവരും കൂടി അത് ചെയ്യാൻ അനുവദിച്ചാൽ. വെരി ഗുഡ്, ഡു ഇറ്റ്.